ദിയാസ് റെസിപ്പിയിൽ ഇത് ജിജിയാണ്. ഇന്നൊരു ചെറിയ ട്രാവൽ വ്ലോഗാണ്. ഒണ്ടാരിയോയിൽ തന്നെ ടൈനി എന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഒരു കോട്ടേജ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 4 ഫാമിലീസിൻ്റെ കൂടെ ഒരു 3 ദിവസത്തെ ഒരു ചെറിയ ട്രിപ്പ്. ഹൈവേ എടുക്കാതെ കൺട്രി സൈഡിലൂടെയുള്ള യാത്രയാണ്. ചെറുതായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ട്. വലിയ ട്രാഫിക്കൊന്നുമില്ല, പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കാണാൻ കഴിയുന്നത് കേട്ടോ. സ്നോയൊക്കെ പെയ്ത് കിടക്കുന്ന കാഴ്ച. ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന കോട്ടേജ് എത്തിയിട്ടുണ്ട്. ചെറുതായിട്ട് ഇപ്പോഴും മഞ്ഞ് പെയ്യുന്നുണ്ട്. ഒരു ചെറിയ സ്ലോപ്പ് ഇറങ്ങി വേണം ആ വീട്ടിലേക്ക് പോകാനായിട്ട്. ഓൾറെഡി ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ രാത്രി ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. തണുപ്പാണ്. മെയിനായിട്ട് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഡിന്നർ. ഇന്നത്തെ ഡിന്നറിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചിക്കൻ ബിരിയാണി പാഴ്സലാക്കി മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. സാധാരണ ഇതുപോലെ ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഓരോരുത്തരും പല രീതിയിലുള്ള ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് കൊണ്ടുപോകും, ഗ്രില്ല് ചെയ്യാനൊക്കെ ഉള്ള. പിന്നെ ഗ്രോസറീസൊക്കെ മേടിച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും. നല്ല ഫുഡ് ഉണ്ടാക്കുക, കുറച്ച് ക്വാളിറ്റി ടൈം ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുക. ഇതൊക്കെയാണ് ഈ ചെറിയ ട്രിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാനഡയിലെ വെതർ പ്രിഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. ഓൾറെഡി സ്പ്രിംഗ് ആയി, ഏപ്രിലായി, എന്നിട്ടും പുറത്ത് മഞ്ഞ് ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇന്നും അധികം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബിക്കോസ് പുറത്ത് തണുപ്പാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ക്രോസൻസും ഓംലെറ്റുമാണ് ഉണ്ടാക്കുന്നത്. അതൊക്കെ ഈസിയാണല്ലോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. ഇപ്പോൾ രാത്രി ഇത് ഗ്രില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഗ്രില്ല് ചെയ്യാനുള്ള അവനും ബാർബിക്യൂ ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഉച്ചക്കത്തേക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് മട്ടൻ കറിയും ചോറും ക്യാബേജ് ഉപ്പേരിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. സോ ഓൾറെഡി മട്ടനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. മട്ടനൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിനകത്തേക്ക് കുരുമുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഓയിലും നാരങ്ങാനീരും ഉപ്പും പച്ചമുളകും കറിവേപ്പിലയിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 20 മിനിറ്റ്സ് വെച്ചതിന് ശേഷം കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ്. ഉപ്പേരി ആയിട്ടുണ്ട്. ചോറ് അപ്പുറത്തെ സൈഡിൽ വേവുന്നുണ്ട്. മട്ടൻ കറിക്കുള്ള മസാല റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ ചോറിന് ഞങ്ങൾ ഉണ്ടാക്കിയത് മട്ടൻ കറിയും ക്യാബേജ് ഉപ്പേരിയും, പിന്നെ ഞങ്ങൾ കുറച്ച് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, പപ്പടമുണ്ട്,
പിന്നെ ബിരിയാണി ഉണ്ട്. രാത്രി ഞങ്ങൾ ഇത് വീട്ടിൽ നിന്ന് മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്ന ചിക്കനാണ്, അത് ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞങ്ങൾ ഫ്രോസൺ പൊറോട്ടയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസം എന്തായാലും നല്ല കാലാവസ്ഥ കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് ഔട്ട്ഡോർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നല്ല കാലാവസ്ഥയാണ്, സ്നോ ഒക്കെ മെൽറ്റായി പോയിട്ടുണ്ട്. നമുക്ക് ഔട്ട്ഡോർ എക്സ്പ്ലോർ ചെയ്യാനും ഇവിടെ ചെറിയൊരു പെഡലിംഗ് ബോട്ടൊക്കെ ഉണ്ട്, അതൊക്കെ ആ ലേക്കിൽ ഉപയോഗിക്കാനൊക്കെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ലേക്ക് ഹൗസ് കോട്ടേജിൻ്റെ ഇൻഡോർ വ്യൂ ആണ് കാണുന്നത്. ഇത് 5 bedroom 4 bathroom കോട്ടേജാണ്. എയർബിആൻബി വഴി ബുക്ക് ചെയ്തതാണ്. പെർ നൈറ്റ് ഐ തിങ്ക് ഇറ്റ്സ് $500 ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ബേസ്മെൻറ്റിൽ കുറച്ച് ഗെയിംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട്. താഴെ 2 bedroom ഉണ്ട്, വാഷ്റൂം ഉണ്ട്, പിന്നെ ലേക്ക് വ്യൂ ആണ്. നമ്മൾ 12 പേർക്ക് 5 bedroom ഈ ഒരു എയർബിആൻബി കോട്ടേജ് വർത്തായിരുന്നു. അതിൻ്റെ കോസ്റ്റ് തന്നെ പലരും നമ്മൾ ഷെയർ ആയി പോകുന്നതുകൊണ്ട് വലിയൊരു എക്സ്പെൻസ് വരുന്നില്ല. സെക്കൻഡ് ഡേ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ദോശയും സാമ്പാറുമാണ്. ദോശയും വറുത്തരച്ച മലബാറി സ്റ്റൈൽ സാമ്പാറും. അപ്പോൾ ഇത് ഉച്ചയ്ക്ക് ചോറിനും കൂടി ഞങ്ങളെടുക്കും. അതിന് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ എൻ്റെ ഫ്രണ്ട്സ് അത് വറുത്തരച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആയിരുന്നു. കാലാവസ്ഥ നല്ലതായിരുന്നുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് മാക്സിമം എൻജോയ് ചെയ്യുക, ആ സൺലൈറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് ഡേയിലും ഞങ്ങൾ ചിക്കൻ ഗ്രില്ല് ചെയ്തു. ഇത് വേറെ തരത്തിലുള്ള മാരിനേഷനാണ്. ഓരോ ഫാമിലിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഓരോ ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കുമല്ലോ.
വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ മുളക് ബജിയാണ് ഉണ്ടാക്കുന്നത്. ഇത് കടലമാവിൽ എല്ലാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ചേർത്തൊരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് നമ്മൾ ബജ്ജി മുളക് മുക്കിയ എണ്ണയിലിട്ട് പൊരിച്ചെടുത്തു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും വീണ്ടും തണുപ്പായി തുടങ്ങി. ആ സമയം ഞങ്ങളിവിടെ ഉണ്ടായിരുന്ന ഫയർ പിറ്റ് കത്തിച്ചു. കുറേ നേരം ഈ ഫയറിൻ്റെ ചുവട്ടിലെ തണുപ്പത്ത് പുറത്ത് സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ 3 ദിവസത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. സോ നിങ്ങൾക്ക് ഈ ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ യാസ് റെസിപ്പി.